ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കൂടെ ദൈവം കൂടെ ഉണ്ട്. നമ്മളിന്ന് പോകുന്ന എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഒരു ബർത്ത്ഡേ പാർട്ടിക്കാണ്. അപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞത് 12:30 ആകുമ്പോൾ അവിടെ എത്തണം എന്നാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ. റെയിൽവേ ക്രോസ് എല്ലാം കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു 1 മണിയൊക്കെ ആയി, 1:30. ഞങ്ങൾ വിചാരിച്ച് അവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുന്നു. പക്ഷേ ഞങ്ങൾ എത്തിയ സമയത്ത് അങ്ങനെ എല്ലാവരും ഒന്നും വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ എത്തിയ സമയത്ത് ഇതാ നമ്മളെ ബർത്ത്ഡേ പോയി നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. ആളുഷാറാണ്, നല്ല ടിപ്പ് ടോപ്പിലൊക്കെ കേട്ടോ നിൽക്കുന്നത്. 2 വയസ്സായിട്ടേ ഉള്ളേ. അങ്ങനെ നമ്മൾ ഉള്ളിൽ എല്ലാവരും കയറി ഫാമിലീസൊക്കെ വന്നപ്പം കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. സംഭവം ഞാൻ ഇവരെയൊക്കെ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. എനിക്ക് ഇവരെ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അവനേട്ടനെ വിളിക്കുമ്പോൾ ഞാനും വരുമല്ലോ, സ്വാഭാവികം. അങ്ങനെ വന്നതാട്ടോ ഞാനും. അങ്ങനെ ഇതാ കേക്ക് മുറിയൊക്കെ തുടങ്ങി ആൾ ഉഷാറായിട്ട് അതാ നല്ല ഹാപ്പിയാണ്. ആ ചിരിയും കേക്ക് കട്ട് ചെയ്യലൊക്കെ കണ്ടാൽ വിചാരിക്കും ഇതാ ഇപ്പം ആൾ കഴിക്കുന്നു. പക്ഷേ എത്ര കളിച്ചിട്ടും കുഞ്ഞൻ കേക്കൊന്നും കഴിക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഈ ഒരു സമയത്താണ് നമ്മളെല്ലാവരും പരിചയപ്പെടുന്നത് കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഇവരൊന്നും എനിക്ക് അറിയില്ല എന്നുള്ളത്. അങ്ങനെ പരിചയപ്പെട്ട് വന്നപ്പോഴത്തേനും ഇവരെല്ലാം അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പരിചയപ്പെട്ടൊക്കെ കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ ഹോട്ടലിലേക്ക് കുറച്ച് ആൾക്കാർ വരുന്നത് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ, ചാടി ചാടി പോകുന്നുണ്ടോ. കുട്ടികളെല്ലാവരും തന്നെ പുറത്തായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ കുരങ്ങൻ വന്ന് ചാടി മേത്തേക്ക് ചാടി വീഴുന്നത്. പക്ഷെ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞ് ഈ ഒരു കുരങ്ങെ ഒന്നും ചെയ്യൂല. അങ്ങനെ ഇവിടെ പാർട്ടിക്ക് വന്ന കുട്ടികളാണ് ഇതെല്ലാം. അങ്ങനെ ഇവരൊക്കെ ആ ഒരു കുരങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതാണ് നമ്മളെ ബർത്ത്ഡേ പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണേ. വന്ന സമയത്ത് ഞാൻ ഇവരെ ആരെയും അറിയില്ല എന്ന് പറഞ്ഞാലും ഈ ഒരു പകുതി ഒക്കെ ആയപ്പോഴത്തേനും ഇവരെല്ലാം നല്ല കമ്പനി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ട്. ഈ ഒരു സമയത്ത് എനിക്ക് ഒരു 100 സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴും ഇവർ അങ്ങനെയല്ലേ മുന്നോട്ട് പോകാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. അങ്ങനെ ഇവരെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇവർ നിൽക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും എല്ലാം അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് കേട്ടോ. അങ്ങനെ ഇതെന്ന് പറയുന്നത് ഇവർ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ പുറത്തുള്ള ഭാഗം കേട്ടോ. അപ്പോൾ പശുവും കുരങ്ങനൊക്കെ വരും, പക്ഷേ ഇവരെ കൊണ്ട് ഒന്നും ഒരു ഉപദ്രവവും ഇല്ല കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലിൻ്റെ പുറത്ത് നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. കുട്ടിക്ക് കളിക്കാനായാലും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഓരോരോ പരിപാടിയൊക്കെ നടത്താനായാലും നല്ലൊരു സ്ഥലമാണ്. അങ്ങനെ ഇതാ ഫസ്റ്റത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കളിയൊക്കെ നോക്കിക്കുക കേട്ടോ. അങ്ങനെ ഇതാ എവിടുന്നോ ദേവ് ഒരു ബാറ്റും ബോളൊക്കെ ഒപ്പിച്ചിക്ക്, എവിടുന്നാ കിട്ടിയതൊന്നും അറിയില്ല. ഇതാണ് നമ്മുടെ ദേവുമോള്. പിന്നെ ഇതാ ഇവിടെ കുറച്ച് ആൾക്കാർ ബർത്ത്ഡേൻ്റെ ബലൂണെല്ലാം പൊട്ടിച്ച് കൈ പിടിച്ചിട്ടോ. അങ്ങനെ ഇതിനെല്ലാം ഇവിടെ അടിയേനു കേട്ടോ. അവസാനം ഇവിടെ വന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവരെല്ലാവരെയും കാണുന്നത് കേട്ടോ. അങ്ങനെ നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചേച്ചിമാരെല്ലാവരും ഉണ്ട്. പിന്നെ ഇവരെല്ലാവരും വന്ന് എന്തോ ഗെയിമൊക്കെ കളിക്കുക കേട്ടോ. നല്ല സ്ഥലമുള്ളതുകൊണ്ട് തന്നെ മക്കളെ കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഈ ഒരു സമയം നല്ലപോലെ എൻജോയ് ചെയ്തിട്ടോ. കാരണം ഇവിടെ വന്നിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ ഹിന്ദി പഠിച്ചെന്നുള്ളതിൻ്റെ ഒരു റാങ്കിങ് ആണിത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും അടുത്ത സെക്ഷൻ ഫുഡിൻ്റെ ഒരു സമയമായിട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ കുറേ ലേറ്റായി, പക്ഷേ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സംഭവം നമുക്ക് കഴിക്കാൻ ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം റോസ് പെറ്റൽസിൻ്റെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അമൃതേച്ചി റെജിനേട്ടനും. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത് ഞാൻ വീണ്ടും വീഡിയോ എടുക്കാൻ വന്നതാണ്. ഇതെന്ന് പറയുന്നത് ചേച്ചി ഈ ഐസ്ക്രീമിനെ പറ്റി ഇങ്ങനെ റിവ്യൂ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ വീഡിയോ കൊണ്ട് ചെയ്യുന്നത്. ഇവരെല്ലാം ഇത്ര കമ്പനിയാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. വന്ന സമയത്ത് ആരും അങ്ങനെ കമ്പനി ആയിട്ടൊന്നും മിണ്ടിയില്ല. പിന്നെ എല്ലാവരും ഭയങ്കര കമ്പനി. സംഭവം ഈ ഒരു ഫംഗ്ഷന്റെ അവസാനമായപ്പോഴത്തേന് നമ്മളെല്ലാവരും ആദ്യം പരിചയമുള്ള ആളുകളെ പോലെ ആയിട്ടോ. അങ്ങനെ നമ്മൾ അവസാന നിമിഷത്തിൽ എത്തിയപ്പോഴത്തേന് എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനുള്ളൊരു തിരക്കിലാണ്. ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് പോയി ഫുഡ് കഴിച്ച് തിരിച്ചു വരുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിപ്പോൾ ഇവരെ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടോ. അപ്പോൾ ഇവരെയൊക്കെ ഇനിയും കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയോടെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.